സർക്കാരും ഭരണപ്രതിനിധികളും വഞ്ചിച്ചെന്ന് തലസ്ഥാനത്ത് സമരം തുടരുന്ന CPO വനിതാ ഉദ്യോഗാർത്ഥികൾ. AKG സെന്ററിൽ നിന്നും മന്ത്രിയിൽ നിന്നും അധിക്ഷേപം നേരിട്ടു. പ്രധാനപ്പെട്ട പാർട്ടി നേതാവിൽ നിന്നും അനുഭവപ്പെട്ടത് കൊടിയ അധിക്ഷേപമാണ്. മീൻ വിൽക്കാൻ പോയിക്കൂടെയെന്നാണ് സംസ്ഥാനത്തെ ഒരു മന്ത്രി ചോദിച്ചതെന്നും ഉദ്യോഗാർത്ഥികളുടെ പരാതി. തങ്ങളുടേത് ദുർവാശിയാണെന്നാണ് മുൻ മന്ത്രി PK ശ്രീമതി പറഞ്ഞത്. അതേസമയം റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിച്ചെന്നും 967 പേരുള്ള ലിസ്റ്റിൽ 337 പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ കിട്ടിയതെന്നും ഉദ്യോഗാർത്ഥികൾ പറയുന്നു. വിവരങ്ങളുമായി ടിൻഡു ദാസ് ചേരുകയാണ്. ടിൻഡു, അവരുടെ എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചിരിക്കുകയാണ്. റാങ്ക് ലിസ്റ്റ് കാലാവധി അവസാനിച്ചു. ആകെ 337 പേർക്ക് മാത്രം നിയമനം. ഒപ്പം വലിയ അധിക്ഷേപം AKG സെന്ററിൽ നിന്നടക്കം നേരിട്ടു എന്ന് അവർ പറയുമ്പോൾ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? നിരിമ, ഇപ്പോൾ ഈ രണ്ടാമതും ഒരു സിവിൽ പോലീസ് ഉദ്യോഗാർത്ഥികളുടെ കണ്ണുനീര് ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ വീണ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ അവസാനത്തെ നിമിഷവും റാങ്ക് ലിസ്റ്റിൽ നിന്നും പരിഗണനകൾ ഉണ്ടാകുമെന്ന് അവർ പ്രതീക്ഷിച്ചിരുന്നു. അവസാനത്തെ പ്രതീക്ഷയും മറ്റ് അവർ ഇന്ന് ഇവിടെ നിന്നും മടങ്ങിപ്പോവുകയാണ്. 595/2022 നോട്ടിഫിക്കേഷൻ WCPO റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി ഇന്ന് അവസാനിച്ചു. 184 വേക്കൻസികൾ 2021 ലിസ്റ്റിന് വീണ്ടും സർക്കാർ നൽകിയിരുന്നു. ആ ഒരു പ്രതീക്ഷയാണ് ഒരു പക്ഷേ വുമൺ CPO ഉദ്യോഗാർത്ഥികളെ ഈ സെക്രട്ടേറിയറ്റ് പടിക്കിന് മുന്നിൽ സമരത്തിലേക്ക് എത്തിക്കാനായിട്ട് അവർക്കൊരു അല്ലെങ്കിൽ ഊർജ്ജം നൽകിയതെന്ന് വേണം പറയാനായിട്ടുള്ളത്. 967 പേരുള്ള ലിസ്റ്റിൽ 337 പേർക്ക് മാത്രമാണ് നിയമനം ലഭിച്ചിട്ടുള്ളത്. അല്ല, രണ്ടാം ഘട്ടത്തിലായിട്ട് 45 പേർക്ക് നിയമനം കൊടുത്തു. അതൊരു പോക്സോ വിങ് രൂപീകരിച്ചതിൻ്റെയും ഡിലീറ്റേഷൻ വന്നതിൻ്റെ ഫലമായിട്ടാണ് 45 പേർക്ക് വീണ്ടും നിയമന ശുപാർശ ലഭിക്കുന്നത്. അതിൽ 3 പേർക്ക് മാത്രമാണ് സമരം ചെയ്യുന്നതിൽ 3 പേർക്ക് മാത്രമാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ മാസം 18-ാം തീയതി ഇവിടെ ഈ സെക്രട്ടേറിയറ്റ് പടിക്കിന് മുന്നിൽ സമരം ചെയ്യാൻ വന്നു. 19-ാം തീയതി ഭരണ പാർട്ടിയുടെ പാർട്ടി കേന്ദ്രത്തിലേക്ക്, CPM-ന്റെ പാർട്ടി സെന്ററിലേക്ക്, AKG സെന്ററിലേക്ക് തങ്ങളുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട ഈ പെൺകുട്ടികൾ കയറി ചെല്ലുകയാണ്. കയറി ചെല്ലുന്ന സമയത്ത് അവിടെ കണ്ടത് ബിജു കണ്ടക്കയിലെയും പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി നേതാവ് കൂടിയായ MV ഗോവിന്ദനെയുമായിരുന്നു. പാർട്ടിയുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിൽ നിന്നും അനുഭവപ്പെട്ടത് ഒരു കൊടിയ അധിക്ഷേപമാണ്. നിങ്ങൾ ആത്മഹൂതി ചെയ്താലും റോഡിലിറങ്ങി മണ്ണെണ്ണ ഒഴിച്ച് തീ കത്തി മരിച്ചാലും പാർട്ടിക്ക് ഒന്നും സംഭവിക്കാനില്ല. അതോടൊപ്പം തന്നെ ഒരു ഇടത് MPയും കൂടാതെ യുവജന പ്രസ്ഥാനത്തിന് നേതാവുമായിട്ടുള്ള ഒരു യുവ നേതാവ്, ഒരു യുവ MP പറഞ്ഞത്, ഒരു CPM-ന്റെ MP പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് RPF-ലോ മറ്റേതെങ്കിലും ജോലി നോക്കിക്കൂടെ, എന്തിനാണ് ഇതിൻ്റെ പിന്നിൽ ദുർവാശി പിടിച്ച് നടക്കുന്നത്? PK ശ്രീമതി അത് തന്നെയാണ് പറയുന്നത്. എന്തിനാണ് ഈ ദുർവാശി? ഇത് അവരുടെ ദുർവാശിയല്ല, അവരുടെ അവകാശമാണ്. അവരുടെ അവകാശങ്ങൾ ചോദിക്കാൻ, അവരുടെ അവകാശങ്ങൾ ആവശ്യപ്പെട്ട് അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ സെക്രട്ടേറിയറ്റ് പടിക്കൽ കഴിഞ്ഞ 18 ദിവസങ്ങളോളമായിട്ട് സമരം ചെയ്യുന്നത്. ആ സമരത്തിന് ഉടനീളം അവർ നേരിട്ട സൈബർ ബുള്ളിയിങ്ങും, അവർ നേരിട്ട പാർട്ടിയിൽ നിന്നും പാർട്ടി നേതാക്കളിൽ നിന്നും നേരിട്ട അധിക്ഷേപങ്ങളും അതിക്രൂരമാണ്. ആ വേദനിപ്പിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് അല്പസമയം മുമ്പ് അവരിവിടെ പറഞ്ഞത്. ഒരു പ്രധാനപ്പെട്ട മന്ത്രിയിൽ നിന്നും വന്നത് നിങ്ങൾക്ക് മീൻ വിൽക്കാൻ പൊക്കൂടെ എന്നാണ്. അതായത് ഒരു ജോലിയും അത്ര ചെറുതാക്കി പറയുന്നതല്ല. കഴിഞ്ഞ 3-4 വർഷമായിട്ട് വിവിധ റാങ്ക് ലിസ്റ്റുകളും വിവിധ പത്രക്കട്ടിങ്ങുകളും വിവിധ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അവരെ കൊണ്ടാകുന്ന രീതിയിലുള്ള വിവരങ്ങൾ ശേഖരിച്ച് അവരെ കൊണ്ടാകുന്ന സമയങ്ങളിൽ പഠിച്ച് കയ്യിലില്ലാത്ത പൈസ പോലും കൊടുത്ത് ഓരോ കോച്ചിങ് സെന്ററുകളിൽ പോയി പഠിച്ചാണ് ഈ റാങ്ക് ലിസ്റ്റിൽ പെട്ടത്. പക്ഷേ അവസാനത്തെ നിമിഷം ഇവിടെ പ്രതീക്ഷയായിട്ടിരിക്കാൻ നമ്മൾ കണ്ടതാണ്. ഈ കഴിഞ്ഞ കാലങ്ങളിൽ ഏതാണ്ട് 15,000-ഓളം CPO ഉദ്യോഗാർത്ഥികൾ ഇവിടെ വന്ന് മുട്ടിലിഴഞ്ഞും കുരിശു ചുമന്നും സ്വന്തം ചോര കൊണ്ട് അഭ്യർത്ഥിച്ചും മണ്ണ് തിന്നുമൊക്കെ സമരം ചെയ്തിട്ടും കരളെലിയാത്തൊരു സർക്കാർ. അപ്പോൾ എന്തായാലും ഇവരുടെ WCPO 2022-ലെ ഉദ്യോഗാർത്ഥികളുടെ സമയം അല്ലെങ്കിൽ കാലാവധി ഇവിടെ അവസാനിക്കുകയാണ്. പ്രതീക്ഷകളൊന്നുമില്ല. ഈ അവസരത്തിൽ പ്രതീക്ഷകളൊന്നുമില്ല, നമുക്കും ചോദിക്കാനൊന്നുമില്ല. എന്തായാലും ഇനി എന്താണ് നീക്കം എന്നറിയാൻ നമുക്ക് ചോദിക്കാൻ പറ്റുള്ളൂ. നീക്കങ്ങളൊന്നുമില്ല. വീട്ടിൽ പോകണം, സമാധാനത്തോടെ അച്ഛനും അമ്മേനും കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങണം. 18 ദിവസമായി ഇവിടെ വന്ന് തെരുവ് കിടക്കുന്നത്. അപ്പൊ അമ്മ വിളിച്ച് കരയുമ്പോഴൊക്കെ ആ സങ്കടമുണ്ട്. അപ്പോൾ അവരെ കൂടെ ഇരിക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഈ കുടുംബക്കാരോടും വീട്ടുകാരോടും ഒക്കെ റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട്. നമ്മളൊരു പ്രതീക്ഷയാണ്, ഏതൊരു ചടങ്ങിന് പോയാലും ബന്ധുക്കളെടുത്ത് പോയാലും നമ്മുടെ പ്രതീക്ഷ നമ്മൾ റാങ്ക് ലിസ്റ്റിൽ പേരുണ്ട് എന്ന് പറയാനാണ്. ഇനി നമുക്കങ്ങനെ പറയാൻ സാധിക്കില്ല. എങ്ങനെയാണ് അതിനെയൊക്കെ റാങ്ക് ലിസ്റ്റിൽ പേര് വന്നതിന് ശേഷം എനിക്കൊന്ന് ഞാൻ 3-4 മാസം എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ നാട്ടിലൊരു ഫംഗ്ഷനും പോവാറില്ല, ഒന്നിനും പോവാറില്ല.
ഫാമിലി ഫംഗ്ഷന് പോകാറില്ല, നാട്ടിലൊരു സ്ഥലത്ത് പോകാറില്ല. അപ്പോൾ എന്നോട് നാട്ടുകാർ ചോദിക്കാറുണ്ട് എപ്പോഴേലും പുറത്ത് കാണുമ്പോൾ, നീ ലീവിന് വന്നതാണോ, ജോലിക്ക് ലീവിന് വന്നതാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനിയൊന്നും പറയണ്ട, നാട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അവരോട് ഒരു എക്സ്പ്ലനേഷൻ എനിക്ക് കൊടുക്കണ്ട, എൻ്റെ അവസ്ഥ ഇതാണെന്ന് എല്ലാവർക്കും അറിയാം. 18-ാം തീയതി സമരത്തിന് ഇവിടെ വരുന്നു, 19-ാം തീയതി AKG സെന്ററിൽ പോകുന്നു. വന്നതല്ല ഞങ്ങളത്, ഞങ്ങൾ വേക്കൻസിൻ്റെ കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. അങ്ങനെ ഒരു മോശം അനുഭവം ഉണ്ടായപ്പോഴാണ് ഞങ്ങൾ ഗ്രൂപ്പിൽ ചർച്ച ചെയ്ത് ഞങ്ങൾ സമരം എന്നുള്ള രീതിയിൽ, കാരണം ഞങ്ങളെ ഈ 11 മാസം പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പോഴാണ് ഞങ്ങൾക്ക് ബോധം വരുന്നത്. നിങ്ങൾ എത്ര ഉദ്യോഗാർത്ഥികളും ആത്മഹത്യ ചെയ്താൽ പാർട്ടിക്ക് അതൊരു പ്രശ്നമില്ല എന്ന് മനസ്സിലായില്ല. നിങ്ങൾ എത്ര ഉദ്യോഗാർത്ഥികളും ആത്മഹത്യ ചെയ്താൽ പാർട്ടിക്ക് ഒരു പ്രശ്നമില്ല പറഞ്ഞിട്ടുണ്ട്. അതൊന്നും ഞങ്ങൾക്ക് പാർട്ടിക്ക് അതൊരു പ്രശ്നമല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഞങ്ങൾ കണ്ണൂരിൽ നിന്ന് വന്ന 2 പേരോടാണ് ഇങ്ങനെ പറയുന്നത്. ഞങ്ങൾ മാഷേന്നല്ലാതെ വേറെ ഒന്നും വിളിച്ചിട്ടില്ല. മാഷേന്ന് വിളിച്ചിട്ടുള്ളൂ, ആ രീതിയിലേ സംസാരിച്ചിട്ടുള്ളൂ. ഒരു കാര്യം കൂടി, ഈ AKG സെന്ററിൽ വെച്ചിട്ടാണോ സമരത്തിലേക്ക് പോകുന്ന തീരുമാനം മാഷിനോട് പറയുന്നത്? ഇല്ല, AKG സെന്ററിൽ വെച്ചിട്ട് പറഞ്ഞായിരുന്നോ സമരമാണ് അടുത്തത്? ഞങ്ങൾ വേറെ വഴിയില്ല, വേക്കൻസി വരുന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വേറൊരു വഴിയില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് ഞങ്ങളോട് പറഞ്ഞത് ഇങ്ങനെ എന്ത് വേണേലും ചെയ്തോ, ഞങ്ങൾക്കത് പാർട്ടിക്ക് ഒരു പ്രശ്നമല്ലാന്ന്. ബിജു കണ്ടക്കൈ നല്ല രീതിയിലാണോ പെരുമാറുന്നത്? ഈ മന്ത്രി പറയുന്നു മീൻ കച്ചവടം ഒരു ജോലിയും അത്ര ചെറുതല്ല, ഏത് ജോലിയും ചെയ്ത് ജീവിക്കാൻ നമ്മളെല്ലാവരും സന്നദ്ധരാണ്. പക്ഷേ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ചതാണ്, അവകാശമാണ്. അപ്പോൾ അത്തരത്തിലൊരു MP-യും യുവ നേതാവും അതോടൊപ്പം മന്ത്രിയിൽ നിന്ന് നേരിട്ട അനുഭവം ഇതുപോലൊരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതായിരുന്നു. ഒരിക്കലല്ല. ശ്രീപക്ഷ സർക്കാർ, ജനകീയ സർക്കാർ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനിടയ്ക്ക് ഇത്രയും കാലം ഈ 10-31 വയസ്സിനിടയിൽ ചെയ്യാത്ത എല്ലാ വോട്ടുകളും ഈ സർക്കാരിനാണ് ചെയ്തേക്കുന്നത്. കാരണം ഞങ്ങൾ കൂടെ നിൽക്കുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഇവരെ അധികാരത്തിൽ കൊണ്ടുവരുന്നത്. ഇനി ഞങ്ങൾക്ക് എല്ലാവർക്കും അതൊന്നും കൂടി ആലോചിക്കേണ്ടി വരും. ഇനിയും PSC പഠിക്കില്ലേ? അതിനെനിക്ക് യാതൊരു ഉറപ്പില്ല. കാരണം ഇങ്ങനെ സമരം ചെയ്യാൻ AKG സെന്റർ എവിടെയാണെന്ന് പഠിക്കണം, ആത്മാഭിമാനം പണയം വെക്കാൻ പഠിക്കണം. അവർ ഞങ്ങളെ പറഞ്ഞു പറ്റിക്കും, പക്ഷെ ഞങ്ങൾ തകർന്നു. ഇതൊക്കെ ഞങ്ങൾ പഠിക്കണം. ഇനി ഇതിനെനിക്ക് വയ്യാതെ. തീർച്ചയായിട്ടും നീലിമ, അത്രയും വൈകാരികമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇനിയും PSC പഠിക്കില്ലേ എന്ന ചോദ്യത്തിന് തരുന്ന മറുപടി എന്ന് പറയുന്നത് AKG സെന്റർ. അവർ പറയുന്ന വാക്കുകൾ നോക്കൂ ടിൻഡു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനെതിരെയാണ് അതിരൂക്ഷമായ വിമർശനം ആ ഉദ്യോഗാർത്ഥി മുന്നോട്ട് വച്ചിരിക്കുന്നത്. നിങ്ങൾ CPO ഉദ്യോഗാർത്ഥികൾ ആത്മഹത്യ ചെയ്താലും പാർട്ടിക്കൊന്നും നഷ്ടപ്പെടാനില്ല എന്ന് കണ്ണൂരിൽ നിന്ന് വന്ന ആ ഉദ്യോഗാർത്ഥിയോട് കണ്ണൂരിലെ നേതാവായ തൊഴിലാളി വർഗ പാർട്ടിയുടെ അമരക്കാരനായ MV ഗോവിന്ദൻ പറയുമ്പോൾ അതിൽ നിന്ന് എന്താണ് അർത്ഥമാക്കേണ്ടത്? തീർച്ചയായിട്ടും അത് തന്നെയാണ് നീലിമ. ഈ കണ്ണൂരിൽ നിന്ന് വന്ന 3 വിദ്യാർത്ഥികളാണ് AKG സെന്ററിൽ ഈ പാർട്ടി സെക്രട്ടറിയെ കാണാൻ പോകുന്നത്. മാഷെ എന്നല്ലാതെ നമുക്കറിയാം, ഈ ഇടതുപക്ഷത്തിൽ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ യുവജന സംഘടനകൾ വിശ്വസിക്കുന്ന ആരും ഈ പാർട്ടി സെക്രട്ടറിയെ മാഷെ എന്നല്ലാതെ മറ്റൊരു വാക്ക് വിളിക്കാറില്ല. അദ്ദേഹത്തോട് സംസാരിക്കുമ്പോഴാണ് ഈ കുട്ടികളോട് പറയുന്നത്, ഇത്തരത്തിൽ നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ ഇനി സമരം ചെയ്താലും ആത്മഹൂതി ചെയ്താലും അത് ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, പാർട്ടിക്ക് ഒന്നും സംഭവിക്കില്ല. അപ്പോൾ ഈ ലക്ഷക്കണക്കിന് യുവജനങ്ങൾ തൊഴിലില്ലാതെ, ഭക്ഷണമില്ലാതെ, ജീവിതം സുരക്ഷിതമല്ലാതെ തെരുവുകളിൽ ഭിക്ഷ യാചിച്ചാലും തെരുവുകളിൽ സർക്കാരിനോട് കേണപേക്ഷിച്ചാലും ഇടതുപക്ഷ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അതൊന്നും അവരുടെ പ്രശ്നമല്ല, അതൊന്നും അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നവുമല്ല എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. ഈ ഏതാണ്ട് 187 അല്ലെങ്കിൽ 100-ലധികം പേർക്കെങ്കിലും ഒരുപക്ഷെ അഡ്വൈസ് മെമ്മോ ലഭിക്കുമെന്ന് അവർ കരുതിയിരുന്നു. പക്ഷേ അപ്പോഴൊക്കെ പ്രതീക്ഷ നഷ്ടപ്പെടുമ്പോഴാണ് ഒരുപക്ഷെ ഇടതുപക്ഷ സർക്കാരിനെ അനുകൂലിക്കുന്ന പാർട്ടി കേന്ദ്രങ്ങളിലേക്ക് കയറി ചെല്ലാൻ തോന്നുന്നു. അവർ ആ മാധ്യമങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് അവർ വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലോക്കൽ സെക്രട്ടറി മുതൽ MP വരെ കാണാൻ പോയി, അല്ലെങ്കിൽ ലോക്കൽ സെക്രട്ടറി മുതൽ സംസ്ഥാന സെക്രട്ടറി വരെ കാണാൻ പോയിട്ടും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് അധിക്ഷേപിക്കുന്ന നിലപാടുകളായിരുന്നു, അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഒരുപക്ഷെ ഉന്നയിച്ചിട്ടുള്ളത്. ആ കുട്ടിയെ വീണ്ടും നമ്മളോട് പറയുന്ന സമയത്ത്, ഒരുപക്ഷെ ഈ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് വാർത്താ സമ്മേളന വേളയിൽ ആ കുട്ടി MV ഗോവിന്ദന്റെ പേര് പറയാൻ
അല്ലെങ്കിൽ പാർട്ടി സെക്രട്ടറിയുടെ പേര് പറയാൻ ശ്രമിച്ചിട്ടില്ല. അല്ലെങ്കിലും നമുക്കറിയാം കേരളത്തിൽ ഗോവിന്ദ മാഷെ എന്ന് വിളിക്കുന്നത് ആരെയാണെന്നും ആരെയാണ് അത്തരത്തിൽ അഭിസംബോധന ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടി ആ മാഷെ എന്ന് വിളിച്ച് സംസാരിക്കുന്ന സമയത്തും എന്ത് ചെയ്താലും എന്ത് സമരം ചെയ്താലും ആത്മഹത്യ ചെയ്താലും പാർട്ടിയെ ബാധിക്കുന്ന വിഷയമല്ല എന്നാണ് പറഞ്ഞത്. പി കെ ശ്രീമതി ടീച്ചർ ഈ കുട്ടികളെ പറ്റി അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ പറ്റി എന്താണ് പറഞ്ഞത്? വാശിയാണ്, വാശിയല്ല CPO റാങ്ക് ഹോൾഡേഴ്സിന്, WCPO റാങ്ക് ഹോൾഡേഴ്സിന് ദുർവാശിയാണ്. മനസ്സിലാക്കേണ്ട കാര്യം, ഏതൊരു അച്ഛനും അമ്മയുമാണ് സ്വന്തം കുട്ടികൾ ഭിക്ഷയാചിക്കുന്നത് കണ്ടു നിൽക്കുക, അല്ലെങ്കിൽ ഏതൊരു അമ്മയും അച്ഛനുമാണ് സ്വന്തം കുട്ടികൾ തൊഴിലില്ലാതെ തെരുവിൽ അലയുന്നത് കണ്ടു നിൽക്കുക. അപ്പോൾ അവരുടെ അവകാശം ചോദിക്കാനായിട്ടാണ് അവർ കഴിഞ്ഞ 18 ദിവസമായിട്ട് ഈ സെക്രട്ടേറിയറ്റ് തലസ്ഥാനത്ത് വന്ന് മഴയും വെയിലും കൊണ്ട് സമരം ചെയ്തത്. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം, ഒരു 19-18 വയസ്സ് കഴിഞ്ഞ് PSCയിൽ നിയമനം കാത്തിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം രാവും പകലും ഇല്ലാതെയാണ് അവർ പഠിക്കുന്നത്. അതിനിടയിൽ പ്രൈവറ്റ് ജോലിക്ക് പോകുന്നവരുണ്ട്, മറ്റ് ചെറിയ ജോലികൾക്ക് പോകുന്നവരുണ്ട്, കുടുംബം നോക്കുന്നവരുണ്ട്, കുടുംബ സാഹചര്യങ്ങളോട് ജീവിത സാഹചര്യങ്ങളോട് പടപൊറ്റി നിൽക്കുന്ന പെൺകുട്ടികൾ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സ്ത്രീകൾക്കൊരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു സർക്കാരാണെങ്കിൽ കഴിഞ്ഞ 18 ദിവസമായിട്ട് ഈ മഴയും വെയിലും കൊണ്ട് ഒട്ടും സുരക്ഷിതമല്ലാത്ത ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ ഈ സ്റ്റാച്യുവിന് മുന്നിൽ ഇവർ കിടന്നിട്ടും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ പാർട്ടി നേതാക്കളുടെ ഭാഗത്തു നിന്നും വന്ന പ്രതികരണമാണ് ഏറ്റവും അതിശയിപ്പിക്കുന്ന കാര്യം. അവർക്ക് നീതി ലഭിച്ചില്ല. അവർക്ക് ഈ സെക്രട്ടേറിയറ്റ് പടിക്കൽ നിന്നും സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും ഭരണസിരാ കേന്ദ്രത്തിൽ നിന്നും എന്തിനേറെ പറയുന്ന ഈ മനുഷ്യരെന്ന് പറയുന്ന ഈ സർക്കാരിൻ്റെ പ്രതിനിധികളായിരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികളായിരിക്കുന്ന ആരിൽ നിന്നും ഒരു മനുഷ്യപ്പറ്റോട് കൂടിയുള്ള വാക്ക് പോലും കേൾക്കേണ്ടി വന്നില്ല. അത് തന്നെയാണ് ആ കുട്ടികൾ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന സമയത്ത് ഏറ്റവും ഗുരുതരമായ ആരോപണമാണ് CPM-നെതിരെ ഈ ഉദ്യോഗാർത്ഥികൾ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് MV ഗോവിന്ദനെതിരെ. CPO ഉദ്യോഗാർത്ഥികൾ ആത്മഹത്യ ചെയ്താലും പാർട്ടിക്ക് ഒരു പ്രശ്നവുമില്ല. ഈ വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് കണ്ണൂരിൽ നിന്നുള്ള ഒരു ഉദ്യോഗാർത്ഥിയാണ്. ജനം TV യോടാണ് അവർ ഈ വികാരം പങ്കുവച്ചത്.